ഈ പുഴയും കടന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അമ്മയും മക്കളും ഒന്നാവുന്ന ഒരു മുഹൂർത്തമാണ്, ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ, കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് കഴിയുക. അതായത് നമ്മുടെ വിനീതും ഗംഗയും അമ്മയോടൊത്ത് ഒരുപാട് നേരം ചെലവഴിക്കുന്നത് കാണാനായിട്ട് കഴിയും. കൂടാതെ തന്നെ വിനീത് അമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴാണ് തൻ്റെ കയ്യിൽ നിന്ന് പോയതെന്നും ആ ഭാസ്കരനെ തല്ലിയതെന്നും പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ അമ്മ പറയുന്നുണ്ട്, അവൻ അതിനും മടിക്കില്ല, കാശിനു വേണ്ടി കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണ് അവൻ, അവൻ ചിലപ്പോൾ എന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മയ്ക്ക് താങ്ങും തണലുമായി ഞങ്ങളുള്ളപ്പോൾ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം മോളെ നിങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, നിങ്ങളിപ്പോൾ പോവുകയല്ലേ എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും പോയാലും അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, തീർച്ചയായിട്ടും ഞങ്ങൾ മടങ്ങി വരും എന്ന് പറയുന്നു. ഞങ്ങൾ എന്നും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് ഗംഗ വാക്ക് കൊടുക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അമ്മ ഗംഗയോട് പറയുന്നുണ്ട്, മോളെ നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആ വെറുപ്പൊക്കെ നിന്നോട് പോയി എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നമ്മുടെ വിനീതും ഗംഗയും ചേർന്ന് അമ്മയെ സ്നേഹം കൊണ്ട് പൊതിയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് തിരിച്ചും രണ്ട് മക്കളോട് നല്ല സ്നേഹം കാണിക്കുന്നതും കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്